ജാസ്മിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഈ സംസാരവും പിന്നെ മോശപ്പെട്ട പരിപാടികൾ കാണിക്കുന്നത് ഞങ്ങളെ പോലുള്ളവർ കാണുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഇതിങ്ങനെ കൈ പിടിച്ചിരിക്കുന്നതും വേണ്ട അനാവശ്യ പരിപാടികളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ജിൻഡോ എങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ട് അവൾ അതിനപ്പുറമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുക. നാട്ടുകാരെയൊന്നും പറയാത്തത് ജാസ്മിനെ കൂടെ പുറത്താക്കാൻ പറയാതെ കാണത്തില്ല. കൂതറ പ്രോഗ്രാം ശരിക്കും ഇനിയാണ് ജാസ്മിന്റെ മത്സരം യഥാർത്ഥമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഒരു മോശപ്പെട്ട അഭിപ്രായം വരുമ്പോൾ പിന്നെ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞതൊരു ഇഷ്യൂ ആക്കണ്ടല്ലോ. എന്തുകൊണ്ട് ജാസ്മിൻ ഇഷ്ടമല്ലാത്ത? എനിക്ക് 2 മക്കളുണ്ട്. ഞാനും അവരുമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രകടനങ്ങളാണ് അതിനകത്തുള്ളൂ. ജാസ്മിൻ്റെ പ്രകടനം പൊതുവിൽ മോശം. അഭിമാനമായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പം അതില്ല. എങ്ങനെയുണ്ട് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? കൊള്ളാം, കിടില്. പിന്നെ നല്ല പരിപാടിയാ. ജാസ്മിൻ കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ചെറിയൊരു ഭയങ്കര മോശം പരിപാടിയായിരുന്നു. എന്തുവായിരുന്നു അട്ടഹാസിക്കുകയും ആണുങ്ങളെടുത്ത് നേരെ സംസാരിക്കുന്നില്ല. അതൊക്കെ കൊണ്ട് കുഴപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഇതുണ്ട്. ജാസ്മിന്റെ നാട്ടുകാരെന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളായാലും ആണുങ്ങളടുത്തൊരു ബഹുമാനം കാണിക്കണം. ജിൻഡോ എങ്ങനെയാണ് സംസാരിക്കുന്നത് കേട്ട് അവൾ അതിനപ്പുറമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുക. അങ്ങനെ കാണിക്കുന്ന മോശമായിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ? എനിക്ക് ജിൻഡോ. എന്തുകൊണ്ടാ? അല്ല, ജാസ്മിന്റെ നാട്ടുകാരനല്ല, അപ്പൊ എങ്ങനെ ജിൻഡോടൊരു ഇഷ്ടം വരാ? അത് ജാസ്മിൻ്റെ ഈ ഇതൊക്കെ ഇങ്ങനത്തെയുള്ള ഈ സംസാരവും പിന്നെ മോശപ്പെട്ട പരിപാടികൾ കാണിക്കുന്നത് പിള്ളേർ കാണുന്നില്ലേ. ഞങ്ങളെ പോലുള്ളവർ കാണുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ഇതിങ്ങനെ കൈ പിടിച്ചിരിക്കുന്നതും വേണ്ട അനാവശ്യ പരിപാടികളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കാണുമെന്നുണ്ട് എനിക്ക് പിന്നെ ജാസ്മിൻ അത്ര ഇഷ്ടമല്ല. മുൻപ് അറിയിരുന്നോ ജാസ്മിനെ? മുമ്പ് ഇവിടെ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നെന്ന് അറിഞ്ഞപ്പോഴാണ് കാണുന്നത്. ഒരു വ്ളോഗർ അല്ലേ പുള്ളി? വ്ളോഗറാന്ന് പറയുന്നത് എനിക്കറിഞ്ഞൂടെ. ഇപ്പൊ ഗബ്രി ഇപ്പൊ പോയല്ലോ, അപ്പൊ ഇനിയിപ്പോ നന്നായിട്ട് കളിക്കുന്നൊക്കെ തോന്നുന്നുണ്ടോ? ഗബ്രി പോയത് ഞാൻ വിചാരിച്ച് ജാസ്മിൻ പോവും, ഗബ്രി ഇടയിലോട്ട് കളിക്കുന്നായിരുന്നു. അപ്പം അത് തിരിച്ചായിപ്പോയി. ഇനി ചിലപ്പോൾ കളിക്കത്തില്ലായിരിക്കും. ഇനി ഗബ്രി വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അല്ലെ, പലരും പറഞ്ഞിട്ടുണ്ട് ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനാണ് നടന്നത്. കാരണം എന്ന് വെച്ചാൽ ഗബ്രി പോകേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ജാസ്മിനായിരുന്നു പോകേണ്ടത്. ഗബ്രി ഏറ്റവും ഫസ്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും അവസാനം നല്ലതായിട്ട് നിന്നതാണ്. നല്ലതായിട്ട് മാറി കിടിലോട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ അങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അറിഞ്ഞൂടാ. കാണത്തില്ല. എന്തുകൊണ്ട് കാണാത്തെ? കൂതറ പ്രോഗ്രാം അപ്പം 5th സീസൺ വരെ കാണുമായിരുന്നോ? ഇഷ്ടമില്ലാണ്ട് കാണാത്തതാണോ? ആദ്യമേ കണ്ട് ബോറായിപ്പോയി. എല്ലാരും ഒരു വൃത്തിയിട്ട രീതിയിലുള്ള പരിപാടികളാണ് നമുക്ക്. അതുകൊണ്ട് പിന്നെ കാണാറില്ല ഇപ്പൊ. ജാസ്മിന്റെ നെയ്ബർ ആണല്ലോ, നിങ്ങളുടെ നാട്ടുകാരിയും കൂടെയാണ്. ഞാൻ പുല്ലൂര് തന്നെ, ഇവിടെ അല്ല. പുനലൂർ എന്ന് പറയുമ്പോഴും നമുക്ക് അറിയാലോ ജാസ്മിൻ മത്സരിക്കുകയാണ്. അപ്പം അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മത്സരിക്കാം. ഇനിയാണ് ജാസ്മിന്റെ മത്സരം യഥാർത്ഥമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഗബ്രി പോയതിനെ കൊണ്ട് ഇനിയിപ്പം എന്തോന്നും കണ്ടറിയാം. ഗബ്രി പോയതുകൊണ്ട് നന്നായിട്ട് കളിക്കുന്നു തോന്നുന്നുണ്ടോ? അതാ ഇനി നോക്കേണ്ടത്, അതാ അറിയേണ്ടത്. ഇത്ര നാളും ഗബ്രി എല്ലാവരും സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. പിന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ചേട്ടാ, ബിഗ് ബോസ് കാണാറുണ്ട്? കാണാറേയില്ല. അല്ല, നിങ്ങളുടെ നാട്ടുകാരി ആകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കുമല്ലോ. നാട്ടുകാരെയൊന്നും പറയാത്തത്. ഒന്നും പറയാനില്ല. കാണാറുണ്ടോ? കാണാറുണ്ട്. ഇഷ്ടമാണോ? കുഴപ്പമില്ല. ഇപ്പോഴത്തെ കൊള്ളത്തില്ല. ഗബ്രി പോയിട്ടുണ്ട് കളിക്കും. ജാസ്മിനെ കൂടെ പുറത്താക്കാൻ പറയാതെ. ഗബ്രിക്ക് പകരം ജാസ്മിനെ പുറത്താക്കി നന്നായിട്ട് അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. ആദ്യമൊക്കെ നല്ലതായിരുന്നു. ഇത്രയും സീസൺ വന്നതില് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സീസൺ ഇത് തന്നെയാണ്. അത് ബിഗ് ബോസ് കൊള്ളാക്കണ്ട. ഇപ്പോൾ പരിപാടി കൊള്ളത്തില്ല. അത് 1ഉം 2ഉം ഒക്കെ ആയിരുന്നപ്പോൾ നല്ലതായിരുന്നു. ഇപ്പം അത് 6ാമത്തെ അല്ലേ? 6ാമത്തെ വെറും മോശമാണ്. അപ്പോൾ ജാസ്മിന്റെ നാട്ടുകാരനാണല്ലോ, അപ്പോൾ ജാസ്മിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജാസ്മിൻ്റെ പ്രകടനം പൊതുവിൽ മോശമാണ്. അപ്പോൾ ഗബ്രി പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നു തോന്നുന്നുണ്ടോ? നന്നായി കളിച്ചാൽ ജാസ്മിൻ ഇപ്പം നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഇവിടെ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് പ്രകടനം പൊതുവിൽ ഇപ്രാവശ്യം മോശമാണ്. ഒന്നായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വീട്ടിൽ എനിക്ക് 2 മക്കളുണ്ട്. ഞാനും അവരുമായിട്ടിരുന്ന് കാണാൻ പറ്റാത്ത ഒരു പ്രകടനങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നിപ്പോൾ ആര് പുറത്ത് പോയാലായിരിക്കും കുറച്ചും കൂടി കാണാൻ ബെറ്ററാന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ സ്ഥിരമായിട്ട് കാണാറില്ല. ഈ പ്രാവശ്യം 6ാമത്തേന്ന് പറഞ്ഞാൽ ഒട്ടും കാണാറില്ല. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ സാധാരണ നമ്മുടെ നാട്ടുകാരുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ബിഗ് ബോസ് കാണാറുള്ളതാണ്. എനിക്കൊരു അഭിമാനമായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പം അതില്ല. ഇന്നലെയും കണ്ടിരുന്ന് കരയുന്നുണ്ട്. ഒരാൾ പിന്നെ അതിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ അത് ഇച്ചിരി നേരം ഒന്ന് കണ്ടു. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ 9 മണി ആവുമല്ലോ. 9 മണിയാകുമ്പം പിന്നെ അവിടെ നിന്ന് നമ്മൾ കുളിയും ജപവും കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ സമയം കഴിയും.
അല്ല മെനക്കെട്ട് ഇതിരുന്ന് കാണാറില്ല. പിന്നെ വാർത്ത അങ്ങനെയൊക്കെയുള്ളത് കാണാറുള്ളൂ. ജാസ്മിൻ ഒരുപാട് നെഗറ്റീവൊക്കെ ഉണ്ട്, ഒരുപാട് പേര് നെഗറ്റീവായിട്ടുണ്ട് ജാസ്മിനെതിരെ ഗബ്രി ആയിട്ടുള്ള ഒരു എന്താ സ്ട്രാറ്റജി കാരണം. പിന്നെ ഈ ഓട്ടോയിലായിരുന്നു ഞാൻ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യ കാലത്ത്. പിന്നെ അവർ സ്വന്തം വണ്ടിയും ഒക്കെ ആയി അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടേക്ക് എങ്ങനെയായിരുന്നു ജാസ്മിൻ? ഇവിടെ അങ്ങ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എൻ്റെ വണ്ടിയിൽ ഇവിടെ അഞ്ചലും പൊന്നലൂരും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ബിഗ് ബോസിൽ പോയതിന് ശേഷം പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ ചാനലൊന്നും കാണാറില്ല. നമുക്ക് അത് താല്പര്യമില്ല നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്ത? പലരും പറഞ്ഞിരുന്നു ഈ സീസൺ ഭയങ്കര മോശമാണെന്ന്. അതുകൊണ്ടാണോ കാണാത്തത്? അതെ നാട്ടുകാർ എന്നുള്ള നിലയ്ക്ക് ഒരു മോശപ്പെട്ട അഭിപ്രായം വരുമ്പോൾ പിന്നെ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞതൊരു ഇഷ്യൂ ആക്കണ്ടല്ലോ. അതുകൊണ്ട് ഇത് കാണാറുമില്ല, നമ്മൾ അഭിപ്രായം പറയാറുമില്ല. പലരും പറഞ്ഞു ജാസ്മിൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു അഭിമാനം ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷെ ഇപ്പം അതില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഇല്ലാന്ന് പറയുന്നതുകൊണ്ട് ഇതേപോലുള്ള അപമതിപ്പായിട്ടുള്ള പിന്നെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് കാണാൻ താല്പര്യപ്പെടുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഗബ്രി ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ ഇനിയിപ്പോൾ നന്നായിട്ട് കളിക്കുന്നു തോന്നുന്നുണ്ടോ? അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. അവർ കളിക്കുകയോ ഗബ്രിയിൽ പോയതിന് ശേഷം ഭയങ്കര നിലവിളിയായിരുന്നു. അത് നമ്മൾ ഇന്നലെയാണ് പോയത്, ഇന്നലെ മെനഞ്ഞാന്ന്. ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അല്ല ആദ്യമൊക്കെ ഇച്ചിരിയൊക്കെ കാണുമായിരുന്നു. പിന്നെ നമ്മൾ സമയം കിട്ടത്തില്ല ഇത് കാണാൻ. അങ്ങനെ അല്ലാതെ മനഃപൂർവ്വം കാണാത്തതല്ല, സമയം കിട്ടാത്തതുകൊണ്ട് കാണുന്നില്ല. ഈ ഓട്ടയൊക്കെ ഓടി പിന്നെ നമ്മൾ ചിലപ്പം രാത്രിയിലൊക്കെ ആരെങ്കിലും ഓട്ടം വിളിച്ച് അങ്ങോട്ടേക്ക് അങ്ങ് പോകുമല്ലോ. അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഭാര്യയേ ഉള്ളൂ, അവരും അങ്ങനെ കാണക്കമില്ല. പിന്നെ ആദ്യകാലത്ത് ഇങ്ങനെ നമ്മൾ ഇത് തുടക്കത്തിൽ ഇങ്ങനെ ഓരോ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു കൂടുതലും വിളിക്കുന്നത്. അങ്ങനെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും കുഴപ്പമില്ല, നല്ല കുട്ടിയായിട്ടായിരുന്നു പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, നാട്ടുകാരുള്ളത് കൊണ്ടൊന്നും കാണാനുള്ള ആഗ്രഹം പോലും ഇല്ല. അറിയുന്ന ആളുവാ നമ്മൾ അത് കാണാറില്ല, പരിപാടിയൊന്നും കാണാനില്ല. പുള്ളിക്കാർ നമ്മളെയൊക്കെ അറിയുന്ന ആളോ നമ്മളെ കൊച്ചിൻ്റെ ഒക്കെ ബന്ധക്കാരും അതും ഇതൊക്കെ ആളുകളൊക്കെയാ. നമ്മളോട് പ്രോഗ്രാമിനോട് താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് എന്തുകൊണ്ട് അത് സീസൺ 4 ആയാലും ഇതിന് മുമ്പുള്ള ആയാലും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഒന്നാമത് നമ്മൾ പ്രവാസിയായിരുന്നു, ഇപ്പോൾ കുറച്ച് നാളുണ്ട് നാട്ടിൽ. അതുകൊണ്ട് സീസൺ കഴിഞ്ഞു പോയൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തുടർന്ന് ഇപ്പോൾ ഒന്ന് കാണാനൊരു ആഗ്രഹവും ഇല്ല. അത്രയേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജാസ്മിൻ്റെ നാട്ടുകാരിയല്ലേ, ജാസ്മിന് ഇഷ്ടമാണോ? ജാസ്മിന് ഇഷ്ടമാണ്. ജാസ്മിൻ്റെ കളികളൊക്കെ ഇഷ്ടമാണോ? ആണ്. ഗബ്രി ആയിട്ടുള്ള ഒരുപാട് നെഗറ്റീവൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മോശമായിട്ടൊന്നും പറയാനില്ല. ഇല്ല, ഗബ്രി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് കളിക്കുന്നു തോന്നുന്നുണ്ടോ? ഗബ്രി പോകണം എന്നുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ്. കളിക്കും.